ഹായ് എല്ലാവർക്കും നുമിസ്മാറ്റിക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. നിങ്ങൾ തീർച്ചയായും ഈ ഒരു വീഡിയോ കാണുവാണെങ്കിൽ അവസാനം വരെ കണ്ട് ഞാൻ ഈ പറയുന്ന നാണയത്തിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ ഒരു നാണയം മേടിക്കാനോ നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാനോ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് ആ ഒരു നാണയം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന നാണയം ഈ ഒരു 5 രൂപ നാണയമാണ്. പ്രശാന്ത് ചന്ദ്ര മഹലാനോബിസ് അദ്ദേഹത്തിൻ്റെ 125ാമത് ബർത്ത് ആനിവേഴ്സറിയോടനുബന്ധിച്ച് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ 5 രൂപ സർക്കുലേഷൻ കൊമമോട്ടീവ് നാണയം. അപ്പോൾ ഈ ഒരു നാണയം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, റയർ കാറ്റഗറി ഒരു നാണയമാണ്. ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഈ ഒരു നാണയത്തിന് 2500 രൂപ മുതൽ 4000 രൂപ വരെ, ഈ ഒരു 5 രൂപ നാണയത്തിന് 2500 രൂപ മുതൽ 4000 രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള റയർ ആയിട്ടുള്ള നാണയമാണ്. അപ്പോൾ ഈ ഒരു നാണയത്തിന് അത്രയും വാല്യൂ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഒരു 5 രൂപ നാണയം, ഈ ഒരു 5 രൂപ നാണയത്തിന് അത്രയും വാല്യൂ ഇല്ല. ഈ ഒരു നാണയം, ഈ ഒരു നാണയത്തിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ ഏകദേശം ഒരു 40 രൂപ മുതൽ 60 രൂപ വരെ മാത്രമാണ് ഇപ്പോൾ മാർക്കറ്റിലുള്ള വാല്യൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു നാണയത്തിൻ്റെ വാല്യൂ അത്രയും കുറഞ്ഞതെന്ന് നമുക്ക് മുന്നിലേക്ക് പോകുമ്പോൾ പരിചയപ്പെടാം. അപ്പോൾ അതിനു മുന്നായിട്ട് നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും പരിചയപ്പെടാം. അപ്പോൾ 5 രൂപയുടെ ഈ ഒരു പ്രശാന്ത് ചന്ദ്ര മഹലാനോബിസിൻ്റെ ഈ ഒരു 5 രൂപ നാണയത്തിൻ്റെ ഡീറ്റെയിൽസ് ഇറങ്ങുന്ന വീഡിയോ ഞാൻ മുന്നേ തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു ഇൻഫർമേഷൻ വന്നപ്പോൾ ഞാൻ ഒന്നും കൂടെ പരിചയപ്പെടുത്തുന്നതാണ്. ഈ ഒരു നാണയം നമ്മുടെ റിപ്പബ്ലിക് ഇന്ത്യൻ സർക്കുലേഷൻ കൊമമോട്ടീവ് നാണയമായ 5 രൂപ നാണയമാണ്. 2018 ഇന്ത്യ ഗവൺമെൻറ് ഈ ഒരു നാണയം പുറത്തിറക്കിയിരിക്കുന്നത്. ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ വരുന്നത് 5 രൂപയാണ്. ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത് നിക്കൽ ബ്രാസ് എന്നുള്ള ഒരു മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു നാണയത്തിൻ്റെ വെയിറ്റ് വരുന്നത് 6 ഗ്രാമാണ്. ഈ ഒരു നാണയത്തിൻ്റെ സൈസ് വരുന്നത് 23 mm ആണ്. ഈ ഒരു നാണയത്തിൻ്റെ ഷേപ്പ് വരുന്ന റൗണ്ട് ആയിട്ടുള്ള ഒരു ഷേപ്പാണ്. ഈ ഒരു നാണയത്തിൻ്റെ എഡ്ജ് വരുന്ന റീഡർ ടൈപ്പ് ആയിട്ടുള്ള ഒരു എഡ്ജാണ്. അപ്പോൾ റീഡർ ടൈപ്പ് എഡ്ജ് എന്ന് പറയുമ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് എഡ്ജാണ് ഈ ഒരു നാണയത്തിന് വരുന്നത്. നമുക്ക് ഈ ഒരു വീഡിയോ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് എഡ്ജാണ് ഈ ഒരു നാണയത്തിന് വരുന്നത്, റീഡർ ടൈപ്പ് ആയിട്ടുള്ള എഡ്ജ്. അതുപോലെ തന്നെ ഈ ഒരു നാണയം കൊൽക്കത്ത, ഹൈദരാബാദ് എന്നിങ്ങനെയുള്ള 2 സ്ഥലങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയം മിൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മിൻറ്റ് മാർക്ക് ഡീറ്റെയിൽസിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. കൊൽക്കത്ത മിൻറ്റ് മാർക്കാണെങ്കിൽ ഏതൊരുവിധ മിൻറ്റ് മാർക്ക് ഡീറ്റെയിൽസും ഈ ഒരു നാണയത്തിന് ഉണ്ടായിരിക്കുന്നതല്ല. ഹൈദരാബാദ് മിൻറ്റ് മാർക്കാണെങ്കിൽ നമുക്ക് നാണയത്തിൻ്റെ സൈഡിലായിട്ടോ അല്ലെങ്കിൽ താഴെയായിട്ടോ ചെറിയൊരു സ്റ്റാർ പോയിന്റ് മിൻറ്റ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നാണയത്തിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പിറകുവശം എന്ന ഡീറ്റെയിൽസ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു 5 രൂപ നാണയത്തിൻ്റെ മുൻവശം എന്ന ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് 5 രൂപ, ഈ ഒരു 5 രൂപ നാണയത്തിൻ്റെ മുൻവശം വരുന്ന ഭാഗം. അപ്പോൾ നമുക്ക് നോക്കാം. നാണയത്തിൻ്റെ മുൻവശം നമുക്ക് സെൻറ്ററായിട്ട് തന്നെ അശ്വസ്തംഭം കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെയിട്ട് സത്യമേവ ജയതേ എന്നുള്ള ഹിന്ദി ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെയിട്ട് റുപ്പീസ് സിമ്പിളും 5 എന്നുള്ള അക്കവും കൊടുത്തിട്ടുണ്ടായിരിക്കും. ലെഫ്റ്റ് സൈഡ് ഭാരത് എന്നുള്ള ഹിന്ദി ലെറ്ററും റൈറ്റ് സൈഡ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം എന്ന ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ പുറകുവശം എന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു 5 രൂപ നാണയത്തിൻ്റെ പുറകുവശം ഈ ഒരു ഭാഗമാണ്. നാണയത്തിൻ്റെ പുറകുവശം നമുക്ക് സെൻറ്ററായിട്ട് തന്നെ PC മഹലാനോബിസ്, അതായത് പ്രശാന്ത് ചന്ദ്ര മഹലാനോബിസ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹെഡിൻ്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെയിട്ട് ഒരു വർഷം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. 1893 എന്നുള്ളൊരു വർഷം, 1972 എന്നുള്ളൊരു വർഷം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 125ാമത് ബർത്ത് ആനിവേഴ്സറിക്കാണ് ഈ ഒരു നാണയം ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ അതിന് താഴെയിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും 125 ബർത്ത് ആനിവേഴ്സറി പ്രശാന്ത് ചന്ദ്ര മഹലാനോബിസ് എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ഹിന്ദി ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇവിടെ ഒരു സിമ്പലും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പിറകുവശം എന്ന ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ ഒന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ നോക്കാം. അപ്പോൾ പ്രശാന്ത് ചന്ദ്ര മഹലാനോബിസ് നമുക്ക് കാറ്റലോഗിലായാലും പോലും നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ ഏകദേശം 2000-2500 രൂപയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു നാണയം ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് വിറ്റ് പോകുന്നുണ്ട്. ഏകദേശം ഒരു 200 രൂപ മാർക്കറ്റ് വാല്യൂവിലൊക്കെ ഈ ഒരു നാണയം, ഒരു നാണയത്തിന് 200 രൂപ മാർക്കറ്റ് വാല്യൂവിലൊക്കെ വിറ്റ് പോകുന്നുണ്ട്. പക്ഷേ ഈ ഒരു നാണയത്തിന് റയർ കാറ്റഗറി വരുന്ന വിലയാണെങ്കിൽ പോലും എന്തുകൊണ്ട് ഈ ഒരു നാണയത്തിന് 200 രൂപയ്ക്ക് വിറ്റ് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നാണയത്തിൻ്റെ 2 വെറൈറ്റിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വെറൈറ്റി എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു നാണയത്തിന് നമുക്ക് പുറകിലുള്ള പ്രശാന്ത് ചന്ദ്ര മഹലാനോബിസ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹെഡിൻ്റെ പിക്ചർ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാമെന്നുള്ള കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഹെഡിൽ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഹെഡ് ചെറിയ ഒരു ഹെഡാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഫേസ് കൊടുത്തിരിക്കുന്നത് ഇത്രയും ഭാഗം ചെറിയൊരു ഫേസാണ് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ തന്നെ കൊൽക്കത്ത മിൻറ്റ് മാർക്കിലെ വേറൊരു നാണയം ഒന്ന് പരിചയപ്പെടാം. ഇതൊരു സർക്കുലേഷൻ സ്ട്രൈക്ക് നാണയമാണ്, എൻ്റെ കളക്ഷനിലിരിക്കുന്ന നാണയമാണ്. അപ്പോൾ ഈ ഒരു നാണയം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹെഡിൻ്റെ പിക്ചർ വലിയ ഒരു ഹെഡിൻ്റെ പിക്ചറാണ്. അപ്പോൾ 2 ടൈപ്പ് ഓഫ് ഹെഡാണ് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഒരു നാണയം റയർ കാറ്റഗറി ഒരു നാണയമാണ്. ഇപ്പോൾ മാർക്കറ്റിൽ ഈ ഒരു നാണയത്തിന് ഏകദേശം 3000 രൂപ വരെ, അതായത് ഈ ഒരു 5 രൂപ നാണയത്തിന് 3000 രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള റയർ ആയിട്ടുള്ള നാണയമാണ്. ഞാൻ ആദ്യം കാണിച്ച ഈ ഒരു നാണയം നോർമൽ നാണയമാണ്, കോമൺ ആയിട്ടുള്ള നാണയമാണ്. നമുക്ക് 2 നാണയങ്ങളും വെച്ച് നോക്കാം.
അപ്പോൾ ഈ ഒരു നാണയം കവറിലിരിക്കുന്നതുകൊണ്ടാണ് കുറച്ച് ഫോട്ടോയുടെ ഒരു ഷൈനിങ് കാണുന്നത്. അപ്പോൾ ഈ 2 നാണയങ്ങളും വരുന്ന ഹെഡിൻ്റെ ഫേസ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. രണ്ടും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഇനി ആ ഡിഫറൻസ് നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഈ ഒരു നാണയത്തിൽ ആദ്യം പരിചയപ്പെടുത്തിയ ഈ ഒരു നാണയത്തിൻ്റെ ഈ ഒരു ഹെഡിൻ്റെ താഴെയുള്ള ഗ്യാപ്പ് ഒന്ന് നോക്കിയാൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു നാണയം റയർ കാറ്റഗറി നാണയമാണ്. ഗ്യാപ്പ് ഉണ്ടായിരിക്കുന്നതല്ല, കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു വലിയൊരു ഹെഡിൻ്റെ ആ ഒരു ഫേസ് ഇവിടെ ഉണ്ടായിരിക്കും. ഈ ഒരു ഹെഡ് വരുന്നത് ചെറിയൊരു ഹെഡാണ്. അപ്പോൾ ഈ ഒരു നാണയം കോമൺ ആയിട്ടുള്ള നാണയമാണ്. ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് പേര് പല നോർത്ത് ഇന്ത്യൻസിലുള്ള ആൾക്കാരും ഈ ഒരു നാണയം ബൾക്കായിട്ട് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേരൊക്കെ പ്രശാന്ത് ചന്ദ്ര മഹലാനോബിസ് നാണയം റയർ ആയിട്ടുള്ള നാണയമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു നാണയങ്ങളൊക്കെ വില കുറഞ്ഞ രീതിയിൽ കിട്ടുന്നുണ്ട്, ഒരുപാട് മേടിച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നാണയം കോമൺ ആയിട്ടുള്ള നാണയമാണ്. നിങ്ങൾ നോക്കി മാത്രം നാണയം മേടിക്കാൻ ശ്രമിക്കുക. എന്നാൽ ഫ്യൂച്ചറിൽ ഈ ഒരു നാണയത്തിന് വില കൂടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. ഈ ഒരു നാണയത്തിന് ചിലപ്പോൾ വില കൂടാം, വില കുറയാം. ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ മേടിക്കുന്ന ആ ഒരു 200 രൂപയിൽ നിന്നും ചിലപ്പോൾ കുറയാനും ചാൻസ് ഉണ്ട്. ഞാൻ ഈ ഒരു നാണയം മേടിച്ചത് വെറും 40 രൂപയ്ക്കാണ് ഈ ഒരു നാണയം മേടിച്ചത്. പക്ഷേ ഈ ഒരു നാണയം എൻ്റെ കളക്ഷനിൽ ഞാൻ നേരത്തെ ആഡ് ചെയ്ത നാണയമാണ്. നേരത്തെ എന്ന് പറയുമ്പോൾ എൻ്റെ കളക്ഷനിൽ ഞാൻ സർക്കുലേഷൻ കമ്മ്യൂണിറ്റിയിൽ 5 രൂപ നാണയങ്ങൾ എല്ലാം തന്നെ കളക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആഡ് ചെയ്ത നാണയമാണ്. എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ഏകദേശം 2 നാണയങ്ങൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. 2 നാണയങ്ങളും ഈ ഒരു 2 നാണയങ്ങളാണ്. 2 നാണയങ്ങളും റയർ കാറ്റഗറി ഒരു നാണയമാണ്. നമുക്കിവിടെ നോക്കി മനസ്സിലാവും. 2 നാണയങ്ങളുടെ ഹെഡ് ഫേസ് നോക്കി മനസ്സിലാവും. അപ്പോൾ ഈ ഒരു നാണയം റയർ കാറ്റഗറി ഒരു നാണയമാണ്. ഇനി നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യം മനസ്സിലായില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ നുമിസ്റ്റ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ഫോട്ടോ സഹിതം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇനി ഈ ഒരു പ്രശാന്ത് ചന്ദ്ര മഹലാനോബിസ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു 5 രൂപ നാണയത്തിൽ സർക്കുലേഷൻ കൊമമറേറ്റീവ് നാണയമാണെങ്കിൽ പോലും സർക്കുലേഷനിൽ വരാത്ത നാണയമുണ്ട്. ഹൈദരാബാദ് മിന്റ് മാർക്കിൽ മിന്റ് ചെയ്യുന്ന നാണയം, അത് UNC സെറ്റായിട്ടാണ് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു നാണയം ഈ ഒരു സെറ്റാണ്. അപ്പോൾ ഈ ഒരു സെറ്റ് എൻ്റെ കളക്ഷനിൽ നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഈ ഒരു സെറ്റ് കിട്ടുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. നമുക്ക് ജസ്റ്റ് സെറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ 5 രൂപ പ്രശാന്ത് ചന്ദ്ര മഹലാനോബിസ് അദ്ദേഹത്തിൻ്റെ 5 രൂപ UNC സെറ്റ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും നമുക്ക് 5 രൂപയുടെ സെറ്റാണ്. 5 രൂപയുടെ UNC സെറ്റാണ്. അപ്പോൾ ഈ ഒരു സെറ്റ് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കുന്ന ഹൈദരാബാദ് മിന്റ് മാർക്കിൽ മാത്രമാണ് ഈ ഒരു സെറ്റ് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിന്റ് മാർക്ക് ഡീറ്റെയിൽസിനെ കുറിച്ച്. അപ്പോൾ കൽക്കട്ട മിന്റ് മാർക്കാണെങ്കിൽ ഏതൊരുവിധ മിന്റ് മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുന്നതല്ല. ഈ ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ ഹൈദരാബാദ് മിന്റ് മാർക്കിൽ മിന്റ് ചെയ്യുന്ന നാണയമാണ്. നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും സ്റ്റാർ മിന്റ് മാർക്ക് ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെറ്റിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ ഏകദേശം ഒരു 4000 മുതൽ 4500 രൂപ വരെ ഇപ്പോൾ മാർക്കറ്റിൽ വില വരുന്ന നല്ലൊരു റയർ കാറ്റഗറി ഒരു നാണയമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു നാണയം മേടിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ഒരു നാണയത്തിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ ഒരു നാണയം മേടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒരുപാട് പേരൊക്കെ ഈ ഒരു നാണയം കുറഞ്ഞ രീതിയിൽ വിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നാണയം മേടിക്കുമ്പോൾ തീർച്ചയായും നോക്കി മേടിക്കാൻ ശ്രമിക്കുക. ഇതുപോലുള്ളൊരു ഹെഡ് ഫേസ് വരുന്ന നാണയമാണെങ്കിൽ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ 40 രൂപയാണ്. ഇനി നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഹെഡ് ഫേസ് നാണയമാണ് വേണ്ടതെങ്കിൽ ഈ ഒരു നാണയത്തിന് നിങ്ങൾ ഇപ്പോൾ മാർക്കറ്റിൽ കൊടുക്കേണ്ട വാല്യൂ ഏകദേശം 2000 മുതൽ, അതായത് നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് നമുക്ക് ലെറ്റേഴ്സെല്ലാം നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു നാണയമാണെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഏകദേശം 2000 മുതൽ 3000, 3500 വരെ മാർക്കറ്റ് വാല്യൂ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നാണയം കിട്ടുവാണെങ്കിൽ, അതായത് ഈ ഒരു ഹെഡ് വരുന്ന നാണയം കിട്ടുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ മേടിക്കുക, നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. ഇത് നിങ്ങളുടെ കളക്ഷനിലേക്ക് വേണമെങ്കിൽ ഒരു 5 or 10 നാണയങ്ങൾ മേടിച്ച് നിങ്ങളുടെ കളക്ഷനിൽ ആഡ് ചെയ്ത് വെക്കാം. ജസ്റ്റ് ഞാൻ ഏകദേശം ഒരു 10ഓളം നാണയങ്ങൾ എൻ്റെ കളക്ഷനിൽ മേടിച്ചിരുന്നു. അപ്പോൾ 10ഓളം നാണയങ്ങളാണ് ഈ ഒരു നാണയങ്ങളൊക്കെ. അപ്പോൾ 10ഓളം സ്മോൾ ഹെഡ് നാണയങ്ങളാണ്. ബിഗ് ഹെഡ് എൻ്റെ കയ്യിൽ ഏകദേശം ഒരു 3ഓളം നാണയങ്ങൾ മാത്രമാണ് എൻ്റെ കളക്ഷനിലുള്ളത്. അപ്പോൾ ആ ഒരു 3ഓളം നാണയങ്ങൾ 2 നാണയം സർക്കുലേഷൻ നാണയങ്ങളും ഈ ഒരു 2 നാണയങ്ങൾ സർക്കുലേഷൻ സ്ട്രൈക്ക് ലൈൻ കിട്ടിയ നാണയങ്ങളും ഈ ഒരു നാണയം UNC സെറ്റായിട്ട് ഒരു നാണയമാണ്. അപ്പോൾ ഈ ഒരു നാണയങ്ങൾക്കൊക്കെ നമുക്കിപ്പോഴും ഒരുപാട് ഗ്രൂപ്പിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ 40 രൂപ മുതൽ 60 രൂപ വരെ കൊടുത്ത് ഈ ഒരു നാണയം മേടിക്കാവുന്നതാണ്. അതിൽ കൂടുതൽ പൈസ കൊടുത്ത് ഈ ഒരു നാണയം പ്രശാന്ത് ചന്ദ്ര മഹലാനോബിസിൻ്റെ ചെറിയ ഹെഡ് വരുന്ന നാണയം ഒരിക്കലും മേടിക്കരുത്. അത് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല, വില കൂടുമായിരിക്കും, ചിലപ്പോൾ വില കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നാണയം കിട്ടുവാണെങ്കിൽ നിങ്ങൾ മേടിക്കുക, നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിലേക്ക് ഈ ഒരു നാണയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.